ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റു പോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് കുറെ അധികം കാര്യങ്ങൾ കിച്ചുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ സുതുലയം എന്ന് പറയുന്ന ആ ഒരു ഭവനത്തെ കുറിച്ചും കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം സുതുലയം എന്ന് പറയുന്ന വീട് ഇരിക്കുന്നത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികൻ നൽകിയ ഭൂമിയിലാണ്. ഈ ഒരു ഭൂമി അദ്ദേഹം നൽകിയപ്പോൾ ഒരു ക്ലോസ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഭൂമി ഋതപ്പൻ എന്ന് പറയുന്ന ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് വിൽക്കണമെങ്കിലോ പണയപ്പെടുത്തണമെങ്കിലോ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിലോ, അതായത് ഇപ്പോൾ കിച്ചുവിന് മാത്രമായിട്ട് ആ ഭൂമി കൊടുക്കണമെങ്കിലോ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ കൺസേൺ വേണം, അതായത് ഒപ്പ് വേണം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിലവിൽ ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ മേൽ ഇദ്ദേഹത്തിന് ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വിൽക്കുവാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭൂമിയിൽ നടക്കുന്ന എന്തൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ വരും. സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളിലും ഇങ്ങനെ വന്ന് പ്രതികരിക്കുന്നതെന്നാണ് അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നത്. അത് ഏകദേശം ശരിയുമാണ്. കാരണം ഞാൻ എൻ്റെ 1-2 സുഹൃത്തുക്കൾ വഴി ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോഴത്തേക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആധാരം തയ്യാറാക്കിയിരിക്കുന്നത്. അത് 24ന്റെ അഡ്വക്കേറ്റും അതേപോലെ തന്നെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികന്റെ അഡ്വക്കേറ്റും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു ക്രോസ് ഈ ഒരു ആധാരത്തിനകത്ത് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ചധികം ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഒരു ത്രെട്ടൺ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൺ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക 1 മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ നായർ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. സോ ഈ ഒരു ഭൂമി നൽകിയതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വിവാദങ്ങൾ ഉയർന്ന സമയത്ത് പലരും പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന്. അത് നിങ്ങൾക്കാർക്കും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനെ കുറിച്ച് അറിയാൻ പാടില്ലായിട്ടാണ്. ഈ കൊല്ലം സുധിയുടെ കുടുംബത്തിന് നൽകിയ കണക്ക് തന്നെ ധാരാളം ആളുകൾക്ക് അദ്ദേഹം ഭൂമി നൽകി സഹായിച്ചിട്ടുണ്ട്. ഏകദേശം 8ഓളം കുടുംബങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അവരെല്ലാവരും തന്നെ കയറി താമസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ അയ്യപ്പ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ 1-2 പാർട്ടികൾക്ക് അവരുടെ ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ നിരവധി സഹായങ്ങൾ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന ഈ വൈദികൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ സാധാരണക്കാർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം ആദ്യമായിട്ട് ഒരു സഹായം ഒരു കുടുംബത്തിന് നൽകിയത് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം എല്ലാവരും അറിഞ്ഞത് അല്ലെങ്കിൽ ഏറ്റെടുത്തത് ഈ കൊല്ലം സുധിയുടെ കുടുംബത്തെ സഹായിച്ചതാണ്. എന്നാൽ ഈ ഒരു വീട് വെക്കാണ്ട് സ്ഥലം കൊടുത്തോടുകൂടി തന്നെ ബിഷപ്പ് ഇനി ആരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുള്ള പല ആളുകളും എൻ്റെ സുഹൃത്തുക്കളാണ്.
എൻ്റെ സഹപ്രവർത്തകരാണ്. അവരൊക്കെ പറയാറുണ്ട് അച്ഛൻ ഈ ഒരു കാര്യത്തിൽ മാത്രം തെറ്റുപറ്റി, അത് ഞങ്ങൾ പലപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അവരിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് അത്യാവശ്യം മാടപ്പള്ളി, അതേപോലെ തൃക്കൊടുത്താനം, അവിടെ എല്ലാ സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ രേണുസുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറില്ല. പല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ വന്ന് പറയാറുമില്ല. ജസ്റ്റ് ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ പൊങ്ങന്താനത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് തിരക്കുന്നുണ്ട്. എന്തായാലും കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പബ്ലിഷ് ചെയ്യും, ചിലപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതെ തന്നെ ഇരിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. സോ ബാക്കി കൊടുക്കണം. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവര് താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനം ഒക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും, ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യരെന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണുസുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു, ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. ഇത് തന്നെയാണ് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയ തെറ്റ്. ഒന്നാമത്തെ തെറ്റ് പറ്റിയത് രേണുസുധിക്കാണ്. രേണുസുധിയാണ് താൻ 11 വയസ്സ് മുതൽ നോക്കി വളർത്തിയ ആ മകൻ തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം കിച്ചു ഒരു പരിഹാസം കലർന്ന വീഡിയോ ഇട്ട് കിച്ചുവിനെതിരെ വിമർശനങ്ങൾ വന്നു. അതിന് തൊട്ട് പിന്നാലെ കിച്ചു രേണുസുധിയുടെ ആ ഒരു സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിനുശേഷം രേണുസുധിയും വന്ന് ഒരു വീഡിയോ ചെയ്തു. സോ ഇതിനകത്ത് ഇവർ തന്നെയാണ് ഇവരുടെ ഫാമിലി ഇഷ്യൂ എടുത്ത് പുറത്തേക്ക് ഇട്ടത്. അല്ലാതെ ഈ പറയുന്ന യൂട്യൂബേഴ്സോ ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിയിലൊന്നുമല്ല, ഇവർ തന്നെയാണ് ഈ സാധനം എടുത്ത് പുറത്തോട്ട് ഇട്ടത്. സോ അങ്ങനെ പുറത്തോട്ട് ഇട്ട സമയത്ത് അച്ഛനോട് ഇന്റർവ്യൂ എടുക്കാൻ ചെന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അച്ഛൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വന്ന് പെട്ടു. ഈ ഒരു ലൂപ്പ് അങ്ങനെയാണ്. ഇതിനകത്ത് വന്ന് വിടുന്നവർക്ക് ആർക്കും തിരിച്ച് കയറിപ്പോകാൻ പറ്റില്ല. ഈ ഞണ്ടുകളുടെ അവസ്ഥയാണ്. ഒരു ഞണ്ട് കയറി പോകുന്ന കാണുമ്പോൾ മറ്റേ ഞണ്ട് കാലെ പിടിച്ച് വലിച്ച് ബക്കറ്റിലോട്ട് ഇടും. ആ അവസ്ഥയാണ് സംഭവം. എല്ലാവരും ഇവർ തമ്മിൽ ഒരു ഫോൺ കോൾ തീർക്കാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. അതായത് കിച്ചുവിനെ രേണു വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് കാണണോ, നീ ഒന്ന് വരാമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ രേണുവിന്റെ ചേച്ചിക്ക് ചോദിക്കാം, രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവിന് ചോദിക്കാം, രേണുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചോദിക്കാം. അപ്പം അവൻ പറയുന്നു, എനിക്ക് വരാൻ താല്പര്യമില്ല, ഇതൊക്കെയാണ് കാരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവില്ലായിരുന്നു. ഇത് അവരിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയത്. പക്ഷേ രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട്. അതിനിടയ്ക്ക് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനും വന്ന് പെട്ടു. അച്ഛൻ ശരിക്കും പെട്ടു നിൽക്കുകയാണ്. എന്തായാലും ഭാഗ്യം കൊടുക്കണം. കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയുമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു, അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി രാത്രിയിൽ.
മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടിത്താനം പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. സോ ഇതിനെക്കുറിച്ച് ഇതിനു മുൻപും ഒരു വീഡിയോ വന്നിരുന്നു. അതൊരു പ്രമുഖയായിട്ടുള്ള യൂട്യൂബർ നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിട്ട കണ്ടന്റ് ആയിരുന്നു. കിച്ചുവിനെ പോലീസ് പിടിച്ചു, അതിനുള്ള കാരണം അവൻ ലഹരി ഉപയോഗിച്ചു എന്നുള്ള തരത്തിൽ ഒരു ന്യൂസ് അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡായിരുന്നു. സോ അതേ ആൾ തന്നെയാണ് ഇന്ന് കിച്ചുവിനെ ചേർത്ത് പിടിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അതായത് അതൊക്കെ അങ്ങനെ നടക്കട്ടെ. എന്നാൽ ഈ ഒരു വണ്ടി ഇതുവരെ അവരവിടുന്ന് തിരിച്ചെടുത്തിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ആ വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല. അതുകൂടാതെ കോടതിയിൽ ഫൈൻ ഉൾപ്പെടെ കെട്ടിവെച്ചുകൊണ്ടാണ് കിച്ചു ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത്. എന്നാലും ലഹരി ഉപയോഗിച്ചു, എന്ത് ലഹരിയാണ് എന്നൊന്നും വ്യക്തമായിട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്താണ് എങ്ങനെയാണെന്ന് പലർക്കും അറിയാം. അതൊന്നും പുറത്തു വരാതിരിക്കട്ടെ, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തോണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നേ. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു, പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടായിട്ട് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? അതായത് ഈ ഭൂമിയുടെ മേൽ അച്ഛനുള്ള ഒരു ഉടമസ്ഥാവകാശം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അച്ഛന് ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത്. നാളെ ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതിന് അച്ഛൻ ആൻസറബിൾ ആണ്. അതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതല്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് വേണം കുറെ പേർക്ക് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. പലപ്പോഴും രേണുസുതിയുടെ ഈ ഒരു വീട്ടിൽ വരുന്ന പോലീസുകാരും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ 1-2 പ്രാവശ്യം പോലീസുകാർ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്തെല്ലാം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേൽ എന്ന് പറയുന്ന വൈദികന്റെ ഓഫീസിലേക്കും പോലീസുകാർ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇത്രത്തോളം പ്രകോപനപരമായിട്ട് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ധാരണകൾ എനിക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം മാടപ്പള്ളിയിലുണ്ട്, തൃക്കൊടിത്താനത്തുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകരുമായിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന അച്ഛനുമായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ ആരുടെയും കൂടെ നിൽക്കാതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ഒഴുക്കം മട്ടി ചെയ്ത് വിടുകയാണ്. കാരണം ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും ന്യായീകരിക്കാനോ ഞാനില്ല. എനിക്ക് വേണം അച്ഛനെ 10 ഈത്ത വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം, അതിൻ്റെ പേര് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടും. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. സോ ബാക്കിയും കൂടെ കാണാം. എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷെ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. എന്തിന്? ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു ഇതിനകത്ത് ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. രേണുസുതി ബിഗ് ബോസിലേക്ക് പോകുന്ന ടൈമിലായിരുന്നു ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനുമായിട്ട് രേണുസുതിയുടെ ഒരു ക്ലാഷ് വന്നത്. അതേപോലെ തന്നെ ഇപ്പൊ കിച്ചു ബിഗ് ബോസിലേക്ക് പോകുന്ന ടൈം ആയപ്പോഴത്തേക്ക്
അച്ഛനുമായിട്ട് ഒരു ക്ലാഷ് വരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നറേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ അച്ഛൻ കിച്ചുവിനെതിരായി. ഇതിന്റെ പേരിൽ കിച്ചുവിനെ കുറെ അധികം ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരും. അന്നും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ വന്ന്, ഈ പറയുന്ന ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ വന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതൊരു ലൂപ്പാണ്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാര്യങ്ങൾ. അതായത് ഇതിനൊരു അവസാനമില്ല. ഇതിനകത്ത് ചെന്ന് കയറുന്നവൻ തിരിച്ചിറങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. അതിപ്പം ബിഷപ്പ് ആയാലും ശരി, ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആയാലും ശരി, ഞങ്ങളുടെ എല്ലാം വീഡിയോ കാണുന്ന നിങ്ങളായാലും ശരി, നിങ്ങൾക്ക് ആർക്കും ഇതിനകത്തുനിന്ന് ഒരു തിരിച്ചിറക്കമില്ല. നിങ്ങളുടെ എല്ലാം വീടുകളിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ഞാനൊക്കെ ചെയ്യുന്ന മറ്റ് പല വീഡിയോസും ഓടുന്നു പോലുമില്ല. ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ പോകുന്നുള്ളൂ. എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു, ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷെങ്കിൽ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ ചെയ്യുമായിരുന്നു. നെവർ, ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്. അതെന്താണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയറായിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഇതിനകത്ത് എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. കിച്ചുവിനെ ഒഴിവാക്കിക്കൊണ്ട് രേണുസുതി ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്. ഇതിനകത്ത് യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് ഋതപ്പന് പൂർത്തിയായ ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി പറ്റും. അതായത് ഇത് വിൽക്കുവാനാണെങ്കിലും ഇത് ഭാഗം വെക്കാനാണെങ്കിൽ പോലും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ ഇത് ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാവണം. അതല്ല, ഇനിയിപ്പോൾ അച്ഛൻ ഇത് തിരിച്ചെടുക്കണമെങ്കിൽ പോലും ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി 18 വയസ്സ് പൂർത്തിയായ ശേഷം മാത്രമേ ഒരു നിയമ നടപടിക്ക് പോലും അച്ഛന് പോകാൻ പറ്റും. അതാണ് അതിനകത്ത് യാഥാർത്ഥ്യം. അത് തിരിച്ചറിയാതെയാണ് പല ആളുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം മൈനർ ആയിരിക്കുന്ന ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നത് വരെ ഈ സ്വത്തിന് വീട്ടിൽ യാതൊരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും പറ്റില്ല. അതേപോലെ തന്നെ ഇത് കൊടുത്ത ബിഷപ്പ് നോബിൾ ഫിലിപ്പിന് പോലും ഇത് തിരിച്ചെടുക്കാണ്ട് പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് നിയമം വശം. അതറിയാൻ പാടില്ലാതെയാണ് കുറെ പേര് പറഞ്ഞത് ഇത് ബിഷപ്പ് തിരിച്ചെടുത്തിട്ട് രേണുവിനും ഋതപ്പനും മാത്രമായിട്ട് കൊടുക്കുമെന്ന്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അധികം സംസാരിക്കരുത്. കാരണം അതിന്റെ പ്രോസ് അങ്ങനെയാണ്, ആ ഒരു ആധാരം അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പലരോടും വിളിച്ച് തിരക്കിയതാണ്. അതുകൂടാതെ ബിഷപ്പിനോട് ഞാൻ ഒരു തവണ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത്, വിഷ്ണു ഇതൊരു കാരണവശാലും റിട്ടേൺ എടുക്കാൻ പറ്റില്ല. കാരണം ഒരു തവണ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ട് വന്നായിരുന്നു. ബിഷപ്പ് വക്കീൽ നോട്ടീസ് അയച്ചു, ഈ ഭൂമി തിരിച്ചെടുക്കാൻ പോവുകയാണ്. അന്ന് ഞാൻ ബിഷപ്പിനോട് ഇതിനെക്കുറിച്ച് വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിഷ്ണു ഞാൻ കേസ് നടത്തി എന്റെ ക്യാഷ് പോകുന്നല്ലാതെ ഇതിനകത്ത് ഉടനെ ഒന്നും ഒരു വിധി വരില്ല. കാരണം ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കേസ് കൊടുത്താൽ പോലും അതിനകത്ത് പോലും ഒരു വിധി വരുന്നത്. അന്ന് അവർക്ക് അനുകൂലമായിട്ടാണ് ഈ ഒരു കേസിന്റെ വിധി വരുന്നതെങ്കിൽ എന്റെ ക്യാഷ് പോവില്ല എന്നാണ് അച്ഛൻ അന്ന് എന്നോട് ചോദിച്ചത്. പിന്നെ എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു സ്വത്ത് തിരിച്ചെടുത്തിട്ട് ഈ പറയുന്ന ഋതപ്പനും രേണുസുതിക്കും മാത്രമായിട്ട് നൽകുന്നത്? സോ അങ്ങനെ കുറെ അധികം നിയമവശങ്ങളും ഊരാക്കുടുക്കുകളും ഈ സുതിലയം എന്ന വീടുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസ് എന്നാണ്, മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തേക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്.
അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു സോ ഇത്രയാണ് ഈ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ. ബാക്കി നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാം. എന്തായാലും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജീവിതം ചോദ്യചിഹ്നമായിട്ട് മാറുന്ന മറ്റൊരാളുണ്ട്. നമ്മൾ കിച്ചുവിനെ കുറിച്ച് പറയുന്നുണ്ട്, രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അച്ഛനില്ല, അമ്മയ്ക്ക് അസുഖം, ഒരു 6.5 വയസ്സുകാരൻ. ആ കുട്ടിയുടെ കാര്യം നമ്മൾ പലരും മറന്നുപോയി. സോ ആ ഒരു കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് പരിചയമുള്ള രേണുസുതിയൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉള്ള പല ആളുകളോടും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തീരുമാനം ഉടനെ അവിടെ നിന്നുണ്ടാവും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്.